ഇതിൻ്റെ എങ്ങാനും അടിയിലെങ്ങാനും വന്ന് ആരെങ്കിലും വന്ന് നെഗറ്റീവ് കമൻറ്റ് ഇടുക എന്നുണ്ടെങ്കിൽ ആ കമൻറ്റിനെ ഞാൻ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ ചാനലിട്ട് നന്നായിട്ട് ഞാൻ ഊറ്റി വരി പിഴുങ്ങി വിറ്റകളെ ഞാൻ നല്ല കാച്ചാക്കി മാറ്റും. മോനെ ഇത്തരം ചോദ്യങ്ങളൊക്കെ എനിക്ക് ചിരി വരുന്നു. ഈ ലോകം മുഴുവൻ എൻ്റെ അതൊക്കെ പോട്ടെ, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഫേക്ക് ഐ ഡിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് നല്ല കോമഡിയായി, ഇത് ഇടണം കേട്ടോ. കേട്ടോ മക്കളെ, നന്നായിട്ട് ഓടിപ്പോകും. ശാരീരികമായിട്ടുള്ള അവയവങ്ങളുടെയൊക്കെ ഫോട്ടോസുകളൊക്കെ ഞാൻ പറയും, ഈ ഫോട്ടോ കണ്ടാലൊന്നും എനിക്കൊന്നും തോന്നത്തില്ല. മനസ്സിലായോ? എനിക്കിത് കണ്ടിട്ട് തന്നെ നിന്നോട് എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. നീ നിന്നെ തന്നെ നാണം കെടുത്തുക. ഇതിങ്ങനെ ഇടുന്നതാകുമ്പോഴാണ് ആളുകൾക്ക് രസകരവും. ഞാൻ കുട്ടിക്കാലത്തെ അറിയപ്പെടുന്ന ഒരാളാണ്. നിങ്ങൾ എന്നെ ഇപ്പോഴാണ് അറിയപ്പെടുന്നത്. സ്ത്രീ രൂപമാണ് എന്ന് എനിക്കങ്ങ് തോന്നി എന്നെ. പക്ഷെ പലപ്പോഴും പുരുഷൻ്റെ സ്വഭാവം വരാറുണ്ട്. നിന്നെയൊക്കെ എന്തിന് കാണാൻ കൊള്ളാം, നല്ലൊരു മോന്തയാണെങ്കിൽ പിന്നെയും വേണ്ടിയില്ലായിരുന്നു. എനിക്ക് ശരിയായിരുന്നു കുട്ടികളെ. ഇവറ്റകൾ അന്നേരം എൻ്റെ കൂടുണ്ട്. പക്ഷെ ഇവിടെ വരുന്നവരെ ഒന്നും ചെയ്യാറില്ല. ഞാനൊരു രാജ്യം തീർക്കുമെന്ന് പറഞ്ഞു, നിഷ്പ്രയാസം രാജ്യം തീർത്തു. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അറിയപ്പെടുമെന്ന് എന്നെ തന്നെ ഞാൻ പ്രവചിച്ചു. കുട്ടിക്കാലം മുതലേ ഞാൻ അറിയപ്പെട്ട രീതിയിൽ തന്നെ. പിന്നെ ശാസ്ത്രജ്ഞയാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതായി. കണ്ടുപിടുത്തം മനഃശാസ്ത്രജ്ഞയാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതായി. മനസ്സിനെ കണ്ടെത്തുന്ന, അതായത് ശാസ്ത്രജ്ഞയാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച് അതായിത്തീർന്നു. മനസ്സിനെ ഞാൻ കണ്ടെത്തി. മനസ്സിനെ കണ്ടെത്തിയപ്പോഴത്തേന് എൻ്റെ കൺട്രോളും പോയി. കാരണം മനസ്സിനെയാണ് കണ്ടെത്തിയത്, ഒളിഞ്ഞിരിക്കുന്ന മനസ്സ്. കാരണം അതിനെ കണ്ടെത്തിയപ്പോൾ മനസ്സിലായി അങ്ങനെയൊന്ന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല എന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായ ഒരു ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷെ അതിനെ കണ്ടെത്തി. വളരെ രസകരമാണ്. ആ മനസ്സിനെയാണ് നമ്മൾ ഈഗോ എന്നും വേണമെങ്കിൽ ദൈവമെന്നും ആത്മാവെന്നും അഹങ്കാരമെന്നും ഒക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്നു. അഹങ്കാരം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രം മനുഷ്യനിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അഹങ്കാരം. പാമ്പിനോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. അതൊരു പാവൻ ജന്തുവാണ്. അതിന് പലപ്പോഴും കണ്ണൊന്നും കാണാനൊന്നും കഴിയില്ലെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് അതിന് മാത്രമല്ല, അതൊരു അതിന് പ്രതികരിക്കാനുള്ള, നമ്മൾ മനുഷ്യനാണെങ്കിൽ പ്രതികരിക്കാനുള്ള ശക്തിയുണ്ട്. കൈക്കും കാലും ഒക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ ആക്കാം, അല്ലേ? ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ. പക്ഷെ അതൊന്നും കഴിയില്ല. എന്തോ അതിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. ഒരു പുരുഷനെയാണ് കണ്ടത്, കിരീടമൊക്കെ വെച്ച ഒരു കിരീടധാരിയെ. ഒരു പക്ഷേ അത് എൻ്റെ ഉള്ളിലാണ് കണ്ടത്. അപ്പോൾ ഞാൻ ആര് എന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരങ്ങൾ തന്നത് അതൊക്കെയായിരുന്നു. 5 തലയുള്ള സർപ്പം, വാലിട്ടടിക്കുന്ന സർപ്പം, 5 തലകൾ, പിന്നെ ഒരു പുരുഷൻ വലിയ വലിപ്പത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്ന, എന്നെ മര്യാദ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ എന്നെ എല്ലാം പഠിപ്പിക്കുന്ന ഒരാൾ. ചില നേരത്ത് ശബ്ദമുണ്ട്, ചിലപ്പോൾ മൗനമായിട്ട് വന്ന് ഓരോന്നും പറഞ്ഞു തരുന്ന ഒരാൾ. പിന്നെ മുകളിൽ നിന്നും ആകാശത്ത് നിന്നും താഴെ ഇറങ്ങി വന്ന് ഇവിടെ അന്ന് സ്വപ്ന ദർശനമാണ് അത് പിന്നെ വലിയ മുറം പോലൊരു ഇങ്ങനെ വന്ന് ഇങ്ങനെ നിന്ന്, അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ നീല നിറമുള്ള ഒരു മനുഷ്യ രൂപത്തെ കണ്ട് അതിനെ ഞാൻ കൃഷ്ണനെന്ന് പേരിട്ട് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു കൃഷ്ണൻ. പിന്നെ ഈ പറഞ്ഞതുപോലെ ക്രിസ്തുവിനെയൊക്കെ സ്വപ്ന ദർശനത്തിൽ കാണാറും കേൾക്കാറും ഒക്കെ ഉണ്ട്. എന്തോ ഖുറാനും ബൈബിളും ഭഗവത്ഗീതയൊക്കെ വായിച്ചത് കൊണ്ടാകണം ഇത്തിരി നേരം അതിനെയൊക്കെ ഒന്ന് വായിക്കാൻ ശ്രമിച്ചു. വായിച്ച് വന്നപ്പോൾ ഹരം കയറി. വീണ്ടും വായിച്ച് വന്നപ്പോഴേ പിന്നെ വായന ഇതിലേക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല. അതായത് ഇങ്ങോട്ട് സേവ് ആവുന്നില്ല. ഞാൻ പക്കാ നിരീശ്വരവാദിയായിരുന്നു. എനിക്ക് ദൈവത്തിനോടൊന്നും വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. വെറുപ്പായിരുന്നു, ഉറപ്പായിരുന്നു. കാരണമില്ലാതെയുള്ള ഒരുതരം അവജ്ഞയായിരുന്നു.
ഒടുവിൽ ഞാൻ പറഞ്ഞു, എനിക്ക് ദൈവം ആരാന്ന് കാട്ടിത്തരണം, ദൈവത്തെ എനിക്ക് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ, ഭൂലോകം മുഴുവൻ കാട്ടിത്തന്ന് ഈ എന്തൊക്കെ എന്നിൽ നിന്നും അകന്നു പോയി. എൻ്റെ ഈഗോ പോയി, നഷ്ടപ്പെട്ടു. എൻ്റെ ചിന്തകൾ, എൻ്റെ ഓർമ്മകൾ, എൻ്റെ ബുദ്ധി പോയി, എൻ്റെ മനസ്സ് കൈവിട്ടു പോയി. എനിക്കറിയില്ല മോനെ, അതൊന്നും പറഞ്ഞ് ഫലിപ്പിക്കാൻ എനിക്കറിയില്ല. അത് നിങ്ങളോടൊക്കെ എങ്ങനെയാണ് കുട്ടികളെ ഞാനത് പറഞ്ഞ് അറിയിപ്പിക്കുകയെന്നും എനിക്കറിയില്ല. ഞാൻ ആൾദൈവം ചമയുന്നു എന്ന് പേരും പറഞ്ഞുകൊണ്ട് എനിക്കറിയില്ല അതെന്തു സംഭവമെന്ന്. എൻ്റെ സ്വതസിദ്ധമായ ശൈലി ഇതാണ്. ഞാൻ ആരെയോ അനുകരിക്കുന്നു, ആരെയോ എന്തൊക്കെയോ ചെയ്യുന്നു. എനിക്കങ്ങനെ അനുകരിക്കാനൊന്നും പറ്റില്ല. കാരണം അവരൊക്കെ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്കിലൂടെയൊക്കെ മാത്രമാണ് എന്നെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോഴേ എനിക്ക് അനുകരണ ശേഷി പോലും പോയി. ഞാൻ ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. കൊട്ടാരക്കര കോടതിയിൽ അഡ്വക്കേറ്റ് ക്ലർക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറായിട്ട്, പിന്നെ അക്വേറിയത്തിൽ വർണ്ണ മത്സ്യങ്ങളെ വിൽക്കുന്നിടത്ത്, പിന്നെ വീട്ടുജോലി, ഹോം നേഴ്സ്, വയ്യാണ്ട് കിടക്കുന്ന ആളുകളെ സംരക്ഷിക്കുന്ന ആ ജോലി, പിന്നെ ചിത്രങ്ങൾ വരച്ചു പഠിപ്പിക്കാൻ, സാഹിത്യലോകം, യുക്തിവാദി ലോകം. എനിക്കറിയത്തില്ല സാഹിത്യ ക്യാമ്പുകൾ, പ്രഭാഷക ശാലകൾ, ക്ഷേത്രങ്ങൾ, ലൈബ്രറികൾ, എനിക്കറിയില്ല ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുള്ളതെന്ന്, ജോലികൾ എന്തൊക്കെ ചെയ്തിട്ടുള്ളതെന്ന്. മെഴുകുതിരി നിർമ്മാണം, സ്റ്റിച്ചിങ്, മോഡലിങ്, എഴുത്ത്, വരപ്പ്, ചിത്രരചന, അങ്ങനെ എഴുത്ത്, ചുവരെഴുത്ത്, അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാത്ത ജോലികളൊന്നുമില്ല. ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് എല്ലായിടത്തും അടിയും ബഹളവും വഴക്കും ഒക്കെയാണ്. നാമം ചൊല്ലിയില്ലെങ്കിൽ വഴക്ക്, അമ്പലത്തിൽ വഴക്ക്, ക്ഷേത്രങ്ങളിൽ, ആരാധനാലയങ്ങൾ, അതിന് ഏത് ആരാധനാലയത്തിലായാലും ദൈവത്തെ അങ്ങനെ പറയല്, ഇങ്ങനെ പറയല്, മറ്റേത് പറയല്. ദൈവത്തെ പറഞ്ഞാൽ എന്താ കുഴപ്പം? ദൈവത്തെ ഇഷ്ടപ്പെടരുത്, ദൈവത്തെ നമ്മൾ കൂട്ടുകൂടരുത്, അതിനോടെന്തോ ഒരു ഭയത്തോടുകൂടി കാണേണ്ട ഒന്നാണെന്ന് ആളുകളുടെ ഇടയിൽ ഒരു ചർച്ച വന്ന്. അപ്പോൾ അത്ര ഭീകരമായ ഒന്നിനോട് എനിക്ക് ഇഷ്ടപ്പെടാൻ തോന്നിയില്ല. മനസ്സിലായോ? എന്തോ ഒരു വലിയ സംഭവമായിട്ട് ദൈവത്തെ ഇങ്ങനെ വയ്ക്കുക. ദൈവം മീൻസ് ദൈവം എന്ന വാക്കിനെ കണ്ടിട്ടില്ലല്ലോ നമ്മൾ. ഇതിൻ്റെ പിന്നിലുള്ള ആളെ കണ്ടിട്ടില്ലല്ലോ. വെറും ആ പേരും പറഞ്ഞാണ് വാക്ക് ഇങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ട് എനിക്ക് ഇഷ്ടക്കേട് വന്നു. അതിൻ്റെ ഇടയ്ക്ക് കൂടുതൽ ഇഷ്ടക്കേട് വരാൻ കാരണം എന്ന് വെച്ചാൽ, ഒരു ഗണപതിയുടെ ഒരു വിഗ്രഹം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഗണപതിയോട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്തുവിനോടൊക്കെ എനിക്കൊരുതരം പ്രണയ ഇഷ്ടമാണ്. കാമുകനോട് തോന്നുന്ന ഇഷ്ടം, ഗണപതിയോട് കാമുകനോട് തോന്നുന്ന ഇഷ്ടം, ശിവനോടും എല്ലാം അങ്ങനെ തന്നെയാണ്. ശിവനെ എനിക്കിഷ്ടമാണ്. ഭയങ്കര ശാന്തതയല്ലേ, ശാന്തമായിട്ടുള്ളത് ഞാൻ കേട്ടറിവ് വെച്ച്. അപ്പോഴും എനിക്ക് കൃഷ്ണനോട് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കൃഷ്ണനെ. പക്ഷേ ഭഗവത്ഗീത വായിച്ച് വന്നപ്പോഴെനിക്ക് അതല്ലെന്ന് മനസ്സിലായി. ഭയങ്കര ഗൗരവവും ഒക്കെയുള്ള, എന്നാൽ പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു പഞ്ചാര വീരൻ. എന്നാൽ ഭഗവത്ഗീത വായിച്ച് വരുമ്പോൾ പഞ്ചാര വീരനല്ലെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ കൃഷ്ണൻ നമ്മളെ കാട്ടിത്തന്നു, അദ്ദേഹത്തെ തന്നെ ബ്രില്യൻ്റാന്ന് കാട്ടിത്തന്നു. അങ്ങനെ ഇവരോടൊക്കെ എനിക്കൊരു കാമുക ഭാവമായിരുന്നു. എനിക്ക് മനുഷ്യരോടല്ല ശരിക്കും പറഞ്ഞാൽ പ്രണയവും ഇഷ്ടമൊക്കെ കൂടുതൽ തോന്നിയത് ഇവരോടായിരുന്നു. കാരണം എന്തോ അല്ലെങ്കിൽ ഈ ഗൃഹീശ്വരന്മാർ, സന്യാസിമാർ, ഈ ഇത്തരം ആളുകളോടൊക്കെയാണ് എനിക്ക് ഇഷ്ടം തോന്നിയത്. കാരണം ഇവരെ എല്ലാവരും അറിയപ്പെടും. നമ്മളിപ്പോൾ സാധാരണ ഒരു മനുഷ്യനായ ഒരാളെ നമ്മൾ പ്രണയിക്കുകയാണെങ്കിൽ അയാളെ ലോകത്ത് ആരും അറിയപ്പെടുന്നില്ല. എനിക്കൊരു കാമുകനുണ്ടെങ്കിൽ
ഒരു 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 ബുദ്ധികെട്ട ഒരു മണ്ണുണ്ണി പ്രണയിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. സമൂഹത്ത് അറിയപ്പെടുന്നില്ല, ഒരു കലാബോധവും ഇല്ല. ഇത്തിരി സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഇത്തിരി കലാബോധമൊക്കെയുള്ള 10 പേരെ അറിയുന്ന 4 അറിയുന്ന ഞാൻ നോക്കി നിൽക്കുമ്പോൾ പിന്നെ നബി, കൃഷ്ണൻ, ക്രിസ്തു, ഈ പറയുന്ന ഗണപതി, മുരുകൻ, ഇവരെയൊക്കെയാണ്, ശിവൻ, മുരുകൻ, അയ്യപ്പ, അവരെയൊക്കെയാണ് ആളുകളൊക്കെ ഭയങ്കര അട്രാക്റ്റീവായിട്ട് ചെല്ലുന്ന. സ്വാഭാവികമായിട്ട് ഒരു പെണ്ണ് എന്ന ആ ലെവലിലേക്ക് വരുമ്പോൾ എനിക്ക് അവരോടാണ് ഇഷ്ടം. മനസ്സിലായോ? ഏതൊരു പെണ്ണിനും ഇഷ്ടം ഒരു ധീര പുരുഷൻ എല്ലാ പെണ്ണിൻ്റെ ഉള്ളിൽ കാണും. അപ്പോൾ എനിക്ക് ധീരനായ പുരുഷന്മാരെ എനിക്ക് ഇവരെയൊക്കെയാണ് തോന്നിയിട്ടുള്ളത്. അല്ലാതെ മറ്റേ ആരെങ്കിലും വരുമ്പോൾ അവരെയൊക്കെ ഒന്ന് കാണും മിണ്ടു എന്നല്ലാതെ പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നില്ല. അങ്ങനെ ഞാൻ ഗണപതിയെ ഇഷ്ടപ്പെട്ടപ്പോൾ, കാമുകനായിട്ട് കരുതിയപ്പോൾ ഒത്തിരി പേര് എന്നെ വഴക്ക് പറയാൻ തുടങ്ങിയത്. ഗണപതി അങ്ങനെയൊന്നും കാണില്ല, അത് ദൈവമാണ്. എനിക്ക് വല്ലാതെ വെറുപ്പ് തോന്നി. ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് ഗണപതിയെ ഇഷ്ടപ്പെട്ടുകൂടാ, കാമുകനായിട്ട് കരുതിക്കൂടാ? ക്രിസ്തുവിനെ എന്തുകൊണ്ട് അങ്ങനെ കരുതിക്കൂടാ? ഞാൻ സംസാരിക്കുമല്ലോ, ഞാൻ തർക്കിക്കുവാൻ തുടങ്ങി. ആളുകൾക്ക് എന്നെ വെറുക്കുവാൻ തുടങ്ങി. മനസ്സിലായോ? എന്നെ വല്ലാതെ വെറുത്തു. അതിൻ്റെ പേരും കൊണ്ട് ഞാൻ ചോദിക്കുന്നതിനൊന്നും ആളുകളിൽ നിന്നും വ്യക്തമായ ഉത്തരങ്ങൾ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ പിന്നെ സ്വയം എന്നോട് തന്നെ ഓരോ കാര്യങ്ങളും ചോദിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് ദൈവത്തെ കാണണം, എനിക്ക് അറിഞ്ഞേ പറ്റൂ, എനിക്ക് ഉത്തരങ്ങൾ തരണം എന്ന് പറഞ്ഞ് ഞാൻ തന്നെ സംസാരിച്ചു. യുക്തിവാദികളെന്ന് പറഞ്ഞ കുറേ കൂട്ടരുണ്ട്. അവരുടെ യുക്തിവാദമല്ല ഇത് പക്ക. ഇത് ഇത്തിരി കൺട്രോൾ ചെയ്ത് വേണം ഇത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ചു പോവും. ഇന്ന് തന്നെ ഒരു ലൈവിൽ ഇന്ന് തന്നെ ഒരാൾ അതിനകത്തിൽ എഴുതി വെച്ചേക്കുകയാണ്, ഞാൻ പ്രഗ്നൻ്റ് ആവുന്നില്ല, എനിക്ക് കുട്ടികളെ വേണം, കുട്ടികളുണ്ടാവുന്നില്ല, അതിന് ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോളെ, ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലൊന്നും കുട്ടികളുണ്ടാവത്തില്ല. കുട്ടികളുണ്ടാവണമെന്നുണ്ടെങ്കിൽ വേറെ പല കാര്യങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞു. അല്ല മോനൊന്ന് ആലോചിച്ച് നോക്ക്, അവർക്ക് കുട്ടികളുണ്ടാവാൻ വേണ്ടി ഞാൻ ഇവിടെ ഇരുന്ന് പൂജ ചെയ്താൽ മതിയോ? ഇത്തരത്തിലുള്ള വട്ടത്തരങ്ങളാണ് വന്ന് ലൈവ് വന്ന് ചോദിക്കുന്നത്. നല്ല ഒന്നാന്തരമായിട്ട് എനിക്ക് പറ്റിക്കാം മറ്റുള്ളവരെ പോലെ. പക്ഷെ ഞാനങ്ങനെ ചെയ്യില്ല. അതിൻ്റെ പേരിലേ കാശും വാങ്ങിച്ചിട്ട് എനിക്ക് ഒന്നാന്തരമായിട്ട് ഇവറ്റകളെ പറ്റിച്ചിരിക്കാം. പക്ഷെ എനിക്കങ്ങനെ തോന്നില്ല. വിദ്യാഭ്യാസത്തിൽ തന്നെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നാണ്. അതായത് ഇങ്ങനെ ഇരുന്ന് പോയി പഠിക്കാനായിട്ടേ ഫീസൊക്കെ കൊടുത്ത്, വലിയ എമൗണ്ടൊക്കെ കൊടുത്ത്, ഫീസൊക്കെ കൊടുത്ത് ഇങ്ങനെ പഠിപ്പിക്കാൻ തന്നെ വിടുന്നത്. കാരണം നമ്മളെല്ലാം സ്വയം മനസ്സിലാക്കി എടുക്കണം. ജനിക്കുമ്പോഴേ നമുക്ക് അതിനുള്ള കഴിവ് നമുക്ക് തന്നെ കിട്ടും. കുട്ടിക്കാലത്തെ എല്ലാത്തിനുമുള്ള കഴിവ് കിട്ടും. പക്ഷേ മാതാപിതാക്കൾ അത് മനസ്സിലാക്കിയെടുക്കുന്നില്ല. ഏറ്റവും നല്ല ഗുരു മാതാപിതാക്കളാണ്. അല്ലെങ്കിൽ ആരാണോ ആ കുട്ടിയുടെ ചുറ്റുമുള്ളത് അവരാണ്. അവർ വേണമെന്നുമില്ല, ആ കുട്ടിക്ക് തന്നെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാൻ കഴിവ് വരും. നിങ്ങൾ കൊച്ചു കുട്ടികളെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മളെക്കാൾ ബുദ്ധിയും കഴിവും അറിവും അവർക്കുണ്ട്. അത് വളർന്നു വരുമ്പോൾ നല്ലൊരാളായിട്ട് വരും. എനിക്ക് ജാടയുണ്ടായിരുന്നുവെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ചോദ്യം ഇപ്പോൾ അടഞ്ഞു പോവും. ജാടയുണ്ടായിരുന്നുവെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങോട്ട് വന്നപ്പോഴേ നിങ്ങളുടെ ഈ ക്യാമറയുടെ മുന്നിൽ ഞാൻ ഇരുന്ന് തരുമായിരുന്നു. ഒന്ന് നടിക, ഒന്ന് പ്രേമലു. ഒരിക്കലുമില്ല, എൻ്റെ അനുവാദം പോലും ചോദിച്ചിട്ടില്ല. ഈ മറ്റുള്ള യൂട്യൂബർമാർ ചെയ്യുന്നത് പോലെ തന്നെ ട്രോളന്മാരുണ്ടല്ലോ, അവറ്റകൾ സാമ്പത്തിക വരുമാനം എടുക്കാൻ വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്ന വീഡിയോ കട്ട് ചെയ്തെടുത്തുകൊണ്ട് പോകുന്നത് പോലെ തന്നെ ഇവരും കൊണ്ടുപോയി. എന്നോട് ഒരു അനുവാദവും ചോദിച്ചില്ല. ജസ്റ്റ് പോയി ഒന്നൊന്നും മിണ്ടിയത് പോലും ഇല്ല. അല്ലെങ്കിൽ ഒരു സാമാന്യ മര്യാദ വെച്ച് ഒരു വാക്കൊന്ന് പറയാമായിരുന്നു. അതുപോലെ ഒന്നും പറയാതെ ഈ യൂട്യൂബേഴ്സ് ചെയ്യുന്നത് പോലെ തന്നെ അവർ കൊണ്ടുപോയി. ജസ്റ്റ് ഒന്ന് ചോദിച്ചത് പോലും ഇല്ല.
ആ മര്യാദ പോലും കാട്ടിയില്ല. ഏത് ഡയലോഗായിരുന്നു ചേച്ചി അത് പ്രേമലു സിനിമയില്? എന്റെ കണ്ട ചേച്ചിയുടെ ഈ ഡയലോഗ് കേൾക്കാൻ വേണ്ടി ആൾക്കാർ ഇരിക്കുന്നേ. ആ ഡയലോഗ് ഇനി നിങ്ങൾ കേൾക്കണ്ട യൂട്യൂബ്. മറ്റേതെന്ന് വെച്ചാല് തൊപ്പി വെച്ചൊരു കുഞ്ഞുവാവ അരിമക്കൂടാമൊരു കുഞ്ഞുവാവ, തൊപ്പി വെച്ചൊരു കുഞ്ഞുവാവ എൻ്റെ പൊന്നുവാവ എൻ്റെ താമര കണ്ണാ കുഞ്ഞുവാവ. അതാണ് നടികരെന്ന സിനിമയിലെ അതിലെടുത്തിരിക്കുന്നത്. ഈ ദേശത്തെ പേരും പറഞ്ഞ് ഒരുപാട് പേര് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുളക്കട എന്നുള്ള ദേശക്കാർക്ക് പോലും എന്നെ നേരാവണ്ണം അറിയില്ല. മനസ്സിലായോ? അവർക്കൊന്നും അറിയില്ല. അവരുടെ എല്ലാം തന്നെ ഇപ്പോഴാണ് എല്ലാവരും ഈ ദേശത്ത് അങ്ങനെ ആൾക്കാർക്ക് നല്ലവണ്ണം എന്നെ അറിയില്ല. ആൾക്കാരെല്ലാം വെറുതെ പറഞ്ഞതാ അവരെ എനിക്കറിയാം വെറുതെയാണ്. അല്ലെങ്കിൽ തന്നെ അറിയാമെങ്കിൽ തന്നെ ഞാൻ എന്തൊക്കെ ജോലികൾ ചെയ്തിട്ടുണ്ട്, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ത്, എൻ്റെ ഡിഗ്രി അല്ലെങ്കിൽ ഞാൻ വിദ്യാഭ്യാസം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, അങ്ങനെയൊന്നും ഇവർക്കൊന്നും അറിയില്ല. ഇവരൊക്കെ ഇപ്പോഴാണ് ഇവരും ഇവിടെ ഉള്ളവരും ഇപ്പോഴാണ് എന്നെ അറിഞ്ഞു തുടങ്ങിയത്. അല്ലെങ്കിൽ എന്താ, ഞാൻ ഈ ജംഗ്ഷനിൽ കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും. അവിടെ ജോലിക്ക് പോകുമ്പോഴേ ബസ് കയറാൻ നിൽക്കും. അതല്ലാതെ ഫുള്ള് ഞാൻ ഈ നാട്ടിലേ ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ സാഹിത്യ ക്യാമ്പുകൾ, പിന്നെ ഈ സമിതി ഉണ്ടല്ലോ, നൃത്തസമിതികൾ, അവിടെയൊക്കെ ആയിരുന്നു എൻ്റെ വാസങ്ങൾ മുഴുവൻ. കാരണം പലരും പറയുന്നുണ്ട് കുളക്കടയുള്ളവർക്ക് നിന്നെ അറിയാമെന്ന് പറയുന്നുണ്ട്. കുളക്കടയുള്ളവർക്ക് പോലും എന്നെ ഇപ്പോഴാണ് അറിഞ്ഞു തുടങ്ങിയത്. ഇവർക്കൊക്കെ ഒന്നും അറിയില്ല ഞാൻ എന്താണെന്നും ഒന്നും ഇവർക്കറിയില്ല. ഞാൻ എനിക്ക് എന്ത് വിദ്യാഭ്യാസം ഉണ്ടെന്നോ ക്വാളിറ്റി, എൻ്റെ കഴിവുകൾ, എൻ്റെ കലാപരമായിട്ടുള്ള കഴിവുകൾ, ഭൗതികവും ബ്രില്യൻറ്റും ജീനിയസുമായിട്ടുള്ള കഴിവുകൾ ഒന്നും അറിയില്ല. മോനെ ഇഷ്ടം പോലെ ആളുകളോട് തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്നെ വിട്ടൊരു പ്രണയം എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരുപാട് പ്രണയം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എനിക്ക് അങ്ങോട്ട് കയറി പ്രണയിക്കാൻ എനിക്ക് ഭയങ്കര ഈഗോ ഉള്ള ഒരാളാണ്. അങ്ങോട്ട് കയറി പ്രണയിക്കും. ഇങ്ങോട്ട് ഇഷ്ടമാണെന്ന് പറയുകയാണെങ്കിൽ ആ ഇഷ്ടമാണെന്ന് പറയാം. അതിന് എനിക്കൊരു മടിയൊന്നുമില്ല. ഇങ്ങോട്ട് ആരെങ്കിലും എന്നോട് പറയാം ഒന്ന് കൊളുത്തിയേ മതി, അപ്പോഴേ ഞാൻ ചാരിത്തോളം കയറുന്നല്ലേ. ഇപ്പം കുളിച്ചും പാത്തുള്ള പ്രേമങ്ങളൊന്നും ഇഷ്ടമല്ല എനിക്ക്, സഹിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ വലിയ എന്തോ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളാണ്, നല്ല കഴിവുള്ളൊരു പെണ്ണാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. ഇവരെയൊക്കെ രഹസ്യമായിട്ടൊക്കെ പ്രേമിക്കാൻ വരിക. അപ്പോൾ അവരെക്കാൾ നല്ല കഴിവുള്ളവളാണ് ഞാൻ. അപ്പോൾ ഒരു മാങ്ങാത്തൊലിയല്ലേ അറിയാത്ത ഇവറ്റകൾ എന്നെ രഹസ്യമായിട്ട് പ്രേമിക്കാൻ വരുമ്പോൾ അവരുടെ എൻ്റെ ക്വാളിറ്റിയും അവരുടെ ഇതും എനിക്ക് ഒത്തുപോവില്ല. മനസ്സിലായോ? അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഇങ്ങനെ കൈ കോർത്തൊക്കെ ഇങ്ങനെ നടക്കണം. അത് എല്ലാ പെണ്ണിനും ഉള്ളതാണ്. അതായത് 4 പേരെ അറിഞ്ഞുള്ള പ്രണയം. അതൊക്കെ പോട്ടെ, നിങ്ങൾ ആരെങ്കിലും അങ്ങനെയാണ് എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഫേക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് നല്ല കോമഡിയായി, ഇത് ഇടണം കേട്ടോ. കേട്ടോ മക്കളെ, നന്നായിട്ട് ഓടി പോകും. നിങ്ങൾ എപ്പോഴും എന്നെ ചേച്ചി എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ചേച്ചി എന്ന് വിളിക്കുന്നത്. എൻ്റെ പേര് ദിവ്യാദേവി എന്ന് വിളിക്കാം, നാഗാദേവി എന്ന് വിളിക്കാം. കുട്ടിക്ക് നല്ല സംശയമുണ്ട്. മോനാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്നത്. മോനെ ആ സംശയം നല്ലതാണ് കേട്ടോ. കാരണം നമ്മുടെ ജോലി തന്നെ അതാണ്. ആരെങ്കിലും ഒരാൾ വന്നു കഴിയുമ്പോൾ പിന്നെ എല്ലാവരും കൂടെ കൂടുപോലെ വരും. ഇവിടെ വരാറുണ്ട്. നമ്മുടെ ഈ കൊട്ടാരക്കര, മൈലം, പുത്തൂർ, ഇവിടെ അന്തമണ, പട്ടാഴി ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ, കുളക്കടയിൽ നിന്നൊക്കെ വരാറുണ്ട്. ഏനാത്ത് കുളക്കട, ഇവിടെ മണ്ണടി ആ ഭാഗത്തു നിന്നൊക്കെ ഇവിടെ ആളുകൾ വരാറുണ്ട്. ഈ ദേവിയുടെ പേര് സുൽത്താന യേശ ശില്പിനി. 3 പേരാണ്. സുൽത്താന എന്നുണ്ട്, യേശ എന്നുണ്ട്, ശില്പിനി എന്നുമുണ്ട്. ഇനി പ്രത്യേകിച്ച് ഇനി എന്തിനാ ഭർത്താവ് കാണണം? ഒരാളുണ്ടല്ലോ, എൻ്റെ ഒപ്പം കഴിയുന്നുണ്ടല്ലോ, പിന്നെന്തിനാ? അദ്ദേഹം എൻ്റെ കാമുകനാണ്. സുൽത്താൻ സന്തതി സഹചാരിയാണ്.
അപ്പോൾ ഇനി എന്തിനാ പിന്നെ പ്രത്യേകിച്ച് എനിക്കറിയില്ല നിങ്ങൾ ഭർത്താവെന്ന് എന്താ ഉദ്ദേശിച്ചതെന്ന്. ശരിക്കും നിങ്ങൾക്ക് ഭർത്താവെന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. ഞങ്ങൾ ഒന്നിച്ച് നടക്കുന്നു, കഴിയുന്നു, ഒക്കെ. താലിയൊന്നും കെട്ടിയിട്ടില്ല, മതമാറ്റമൊന്നും നടത്തിയിട്ടുമില്ല. ഞങ്ങൾ സ്വതന്ത്രമായിട്ട് നമ്മളിവിടെ ജീവിക്കുന്നു, ഈ ഭൂമിയിൽ ജീവിക്കുന്നു. എനിക്ക് താല്പര്യം ഒട്ടുമില്ല, ഇഷ്ടമല്ല. വിവാഹത്തെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. വിവാഹത്തെ വിശ്വസിക്കുന്നില്ല, നിയമങ്ങളെ വിശ്വസിക്കുന്നില്ല, എന്നാൽ എതിർപ്പുമില്ല, വിപ്ലവം സൃഷ്ടിക്കുന്നില്ല. അതായത് ഞാനത് വിശ്വസിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഘോരം പ്രസംഗിച്ചൊന്നും നടക്കുന്നില്ല. സിമ്പിളായിട്ട് ഞാൻ പറയാം, എനിക്ക് അതിനോടൊന്നും വിശ്വാസമില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആരോടും തീവ്രമായിട്ടൊരു പ്രണയമൊന്നുമില്ല. പിന്നെ അദ്ദേഹം സ്വതന്ത്രനാണ്, എനിക്ക് അദ്ദേഹത്തെ പേടിയില്ലാത്തൊരു മനുഷ്യനാണെന്ന് തോന്നി. ആരോടും ഒന്നിനോടൊരു പേടിയൊന്നുമില്ല, സ്വതന്ത്രനാണ്, എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ തോന്നി. നിങ്ങൾ കാണുന്നില്ലേ, അദ്ദേഹം എപ്പോഴും എന്നെ വിട്ട് അങ്ങനെ അദ്ദേഹം പോവില്ല. എപ്പോഴും എൻ്റെ കയ്യിലിങ്ങനെ പിടിച്ച് ഇങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഇങ്ങനെ എന്താ, അദ്ദേഹം എൻ്റെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടൊന്നും അങ്ങനെയുള്ള ഒരാളൊന്നുമല്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ചിന്തകളും രീതികളും ഉണ്ട്. ഓരോ മനുഷ്യനും അവരുടെ പ്രൈവസി ഉണ്ട്, അവരുടെ സ്വകാര്യതകളുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ദൈവങ്ങളെ ഇപ്പോഴും എല്ലാവർക്കും പേടിയാണ്. ശരിക്കും അങ്ങ് പാവങ്ങളാണ്, നല്ല തമാശക്കാരാണ്, നല്ല അസൽ കോമഡി പറയുന്നവരാണ്, എല്ലാ തരം കാര്യങ്ങളും പറയും. ദൈവങ്ങളോട് സംസാരിച്ച് സത്യം പറഞ്ഞ കോമഡിയാണ്. എന്നെ വേണമെന്ന് കോമഡിയൊക്കെ പറയും, ഞാൻ ചിരിക്കും.